മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി ചെയ്യാത്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കുറവ് വരുത്തുന്ന തുക നല്ല നിലയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യ മുക്തിക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയിട്ട് കാര്യമായ പ്രയോജനം കിട്ടിയിട്ടില്ലെന്നും മന്ത്രി എം.ബി. രാജേഷ് വ്യക്തമാക്കി. മാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് മാത്രമല്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം.ബി. രാജേഷ്. വ്യക്തിക്ക് മാത്രമല്ല ഫൈൻ, തദ്ദേശ സ്ഥാപനത്തിനും ഫൈൻ വരും. സർക്കാരിന് ഫൈൻ ഇടുന്നുണ്ട്, അറിയാമോ? സർക്കാരിന് ഫൈൻ, സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തം. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമുണ്ട്, ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ഉത്തരവാദിത്തമുണ്ട്, സർക്കാരിന് പിഴ നമ്മൾ എല്ലാവരും കൊടുക്കുന്നു. അത് അക്കാര്യത്തിനും തീരുമാനമായിട്ടുണ്ട്. പ്ലാൻ ഫണ്ട് നമ്മൾ നേരെ കിട്ടി. പിന്നെ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ ഏർപ്പാട് അവസാനിപ്പിക്കാൻ കഴിയണം. തെരുവിൽ തുടങ്ങിയവ വലിച്ചെറിയുന്ന പരിപാടി അവസാനിപ്പിക്കണം. മാലിന്യമുക്തമായ സമ്പൂർണ്ണ ശുചിത്വമുള്ള നാടാക്കിയിട്ട് കേരളത്തെ മാറ്റണം. അവരവരുടെ പ്രദേശം വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഫണ്ട് കട്ട് ചെയ്യും. സർക്കാർ എടുക്കില്ല. അങ്ങനെ നിൽക്കുന്നില്ല. ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഫണ്ട് കട്ട് ചെയ്ത ഫണ്ട് സർക്കാരിനല്ല, നന്നായി ചെയ്ത പഞ്ചായത്തിന് ഇൻസെന്റീവ് വരും. ഭക്ഷ്യ സംസ്കരണ ഇൻക്യുബേഷൻ ഫെസിലിറ്റേഷൻ ആൻഡ് ട്രെയിനിംഗ് സെന്റർ, ജനകീയ ആസൂത്രണ രജത ജൂബിലി സ്മാരക കവാടം സമർപ്പണം, നവീകരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, അങ്കണവാടികൾക്ക് സ്മാർട്ട് TV വിതരണം എന്നിവയുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷനായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. രാജു, വൈസ് പ്രസിഡന്റ് സുനിത സുരേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മണിയമ്മ രാജപ്പൻ, KD മോഹനൻ, KN സുവർണകുമാരി, മിനി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുത്തകകൾക്കെതിരായ പോരാട്ടം ഇപ്പോഴും തുടരുന്ന പ്രസ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്. TV ചാനലുകൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നതിന് പിന്നിൽ COAയുടെ ശക്തമായ സാന്നിധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുത്തകകൾക്കും ഇലക്ട്രിസിറ്റി ബോർഡിനുമെതിരായ സമരം കേബിൾ ഓപ്പറേറ്റർമാർ തുടരുമ്പോൾ അതിന്റെ പ്രയോജനം സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് വ്യക്തമാക്കി. 2 ദിവസങ്ങളിലായി നടക്കുന്ന COA 14ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ കേബിൾ TV നടത്തിയത്, അന്ന് ആ കാലഘട്ടത്തിൽ കേബിൾ TV നടത്തത് മുളയിൽ കെട്ടി, മുളയോ നാട്ടിയും മരക്കൊമ്പിൽ കെട്ടിയും തെങ്ങിൽ കെട്ടിയും ഒക്കെ കേബിൾ TV വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതങ്ങനെ തുടർന്നു പോകാൻ കഴിയില്ല. KSEB പോസ്റ്റുകൾ ആ കേബിൾ കിട്ടാൻ ആവശ്യമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഈ സംഘടന ശക്തി പ്രാപിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് KSEB പോസ്റ്റ് അനുവദിച്ചില്ല. അതെല്ലാം ഈ ACBക്ക് 1 രൂപക്ക് കേരളത്തിലെ മുഴുവൻ പോസ്റ്റുകളും അനുവദിച്ചു കൊടുത്തു. അതിനെതിരായ പോരാട്ടത്തിലൂടെയാണ് ഈ സംഘടന ശക്തി പ്രാപിക്കുന്നത്. ആ പോരാട്ടം ഇന്നും തുടരുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച പോസ്റ്റ് അനുവദിച്ച് കിട്ടാൻ നിയമപരമായ പോരാട്ടം, പിന്നീട് സമരങ്ങൾ, ഒട്ടേറെ സമരങ്ങൾ, ആ സമരത്തിലുള്ള പോസ്റ്റ് അനുവദിച്ച് കിട്ടി. പിന്നീട് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അതിൻ്റെ നിരക്കുകൾ വർദ്ധിപ്പിച്ചു. ആ നിരക്കുകൾ വർദ്ധിച്ചപ്പോൾ അതിനെതിരായ പോരാട്ടം, ആ നിരക്കുകൾ അവസാനം 450 രൂപ പട്ടണം, ഈ കോർപ്പറേഷൻ മുനിസിപ്പൽ ഏരിയയിൽ 450, പഞ്ചായത്ത് പ്രദേശങ്ങളിൽ 225 എത്തുന്ന അവസ്ഥയുണ്ടായി. ഓരോ വർഷവും 5% വർധനവ്, GST എല്ലാം ഉൾപ്പെടെ 450ലേക്ക് എത്തിയപ്പോഴാണ് വീണ്ടും നമ്മൾ പലതരത്തിലുള്ള പ്രക്ഷോഭം, കേരളത്തിലെ എല്ലാ MLA-മാർ, MP-മാർ, ജനപ്രതിനിധികൾ എല്ലാവരെയും കണ്ട്. സമ്മേളനത്തിന്റെ 2ാം ദിവസമായ ശനിയാഴ്ച ആറാട്ടുവഴി റോയൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. പതാക ഉയർത്തിന് ശേഷം ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുമേഷ് അനുശോചന അറിയിപ്പുകൾ നടത്തി. ജില്ലാ സെക്രട്ടറി S. ഷിബു, ട്രഷറർ മോഹനൻ പിള്ള, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ എന്നിവർ ജില്ലാ റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ട്, സംഘടനാ റിപ്പോർട്ട് എന്നിവ അവതരിപ്പിച്ചു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ്, ജോയിന്റ് സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ, സ്വാഗത സംഘം ജനറൽ കൺവീനർ ജോജി ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MO ലതീഷ് കുമാർ, ബിനു ഭരതൻ, PS സിബി, അജിത് ദാസ് എന്നിവർ സംസാരിച്ചു. ഉച്ചകഴിഞ്ഞ് ഗ്രൂപ്പ് ചർച്ചകളും പൊതു ചർച്ചകളും അതിനുള്ള മറുപടിയും തുടർന്ന് തെരഞ്ഞെടുപ്പും നടത്തി. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോടാണ് COA 14ാം സംസ്ഥാന സമ്മേളനം. ചങ്ങനാശ്ശേരി എക്സൈസ് ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തി.
3.05 കോടി രൂപയുടെ ഭരണാനുമതിയാണ് കെട്ടിട നിർമ്മാണത്തിന് ലഭിച്ചിരിക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടനവും ശിലാസ്ഥാപന കർമ്മവും മന്ത്രി എം. പി. രാജേഷ് നിർവഹിച്ചു. എക്സൈസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. നമ്മൾ മയക്കുമരുന്നിനെതിരായി എടുത്തിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ, അതുപോലെ തദ്ദേശ സ്ഥാപന തലത്തിൽ, വാർഡ്, വിദ്യാഭ്യാസ സ്ഥാപന തലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികൾ എക്സൈസും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA അധ്യക്ഷനായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP, നഗരസഭാ അധ്യക്ഷ ബീന ജോബി, എക്സൈസ് കമ്മീഷണർ ADGP മഹിപാൽ യാദവ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിനും കോടതി സമുച്ചയത്തിനും ഇടയിലുള്ള നിലവിലെ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 1586 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 3 നില കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നവരെല്ലാം കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണെന്ന് മനസ്സിലാക്കണമെന്ന് മന്ത്രി P. പ്രസാദ്. പ്രാധാന്യത്തിനനുസരിച്ചുള്ള പരിഗണന പലപ്പോഴും കർഷകർക്ക് കിട്ടാറില്ലെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യം പരിപോഷിപ്പിക്കുന്നതിനും ന്യായമായ വരുമാനം ഉറപ്പാക്കുന്നതിനും കാർഷിക മേഖലയ്ക്ക് അതിൽ തന്നെ വലിയ പ്രാധാന്യമാണുള്ളതെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. സമൂഹവും സർക്കാരും ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് കർഷകരെ അത്ര കണ്ട് പരിഗണിക്കാൻ പരിശ്രമിക്കുകയാണ് വേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. ജിംഫാക്സ് ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കൽപ്പസമൃദ്ധി പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം ചമ്പക്കുളം കല്ലൂർക്കാട് സെന്റ് മേരീസ് ബസിലിക്ക പള്ളി ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നർത്ഥം. അത് അമേരിക്കൻ പ്രസിഡന്റായാലും ഇന്ത്യൻ പ്രസിഡന്റായാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിയായാലും ഏതാളായാലും ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെട്ട് മുമ്പോട്ട് വന്നു. സമൂഹവും സർക്കാരുകളും ബോധ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇതാണ് കൃഷിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞത്. ബാക്കി നമുക്ക് ചുമ്മാതെ കൃഷിയുടെ പ്രാധാന്യവും കർഷകരുടെ പ്രാധാന്യവും പ്രസംഗിച്ചു നടക്കുന്നത് മാത്രമൊന്നും പറയുന്നത്. ഇതാണ് പ്രാധാന്യം. ഈ പ്രാധാന്യത്തിനകത്ത് ഇത്രയും പ്രാധാന്യമുള്ള ഒരു രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പരിഗണന ഉണ്ടാവണം. പരിഗണന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇതുകൊണ്ട് മാന്യമായി ജീവിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. സ്വദേശത്തും വിദേശത്തുമുള്ള മലയാളികളുടെ ആഗോള കൂട്ടായ്മയാണ് ജിംഫാക്സ്. ഈ വിവിധോദ്ദേശ സൗഹൃദ കൂട്ടായ്മയിലൂടെ മലയാള നാടിനും ഓരോ മലയാളിക്കും നാനാമുഖമായ വളർച്ചയും ഉയർച്ചയും പ്രദാനം ചെയ്യുന്ന അവസരങ്ങളെ കണ്ടെത്തുകയും കർമ്മപഥത്തിൽ ആവിഷ്കരിക്കുകയും അവയെ ഘടനാപരവും ആസൂത്രിതവും നിയമപരവുമായ ദൈനംദിന നിരീക്ഷണങ്ങളിലൂടെ പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് കൂട്ടായ്മയുടെ സ്ഥാപിത ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. തെങ്ങ് കൃഷിയെ പുനരുജ്ജീവിപ്പിച്ച് കേരളത്തെ യഥാർത്ഥ കേരം തെങ്ങും നാടാക്കി മാറ്റുക എന്നതാണ് കൽപ്പസമൃദ്ധി പ്രോജക്റ്റിലൂടെ ജിംഫാക്സ് ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷനായിരുന്നു. ബസലിക്ക റെക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളം, ജിംഫാക്സ് MD രാജു കല്ലറയ്ക്കൽ, ഡോക്ടർ റെജി ജേക്കബ് തോമസ്, തിരുവനേന്നൂർക്കാവ് ദേവീക്ഷേത്രം മുഖ്യതന്ത്രി നീലകണ്ഠര് ആനന്ദ പട്ടമന, ചമ്പക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി, കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, വാർഡ് മെമ്പർ സോഫിയാമ്മ മാത്യു, കൃഷി ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വയോജന രോഗി പരിചരണത്തിനായി കുടുംബശ്രീയുടെ K4 കെയർ പദ്ധതിക്ക് തുടക്കമായി. പുതുതലമുറ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള കുടുംബശ്രീയുടെ ഏറ്റവും ക്രിയാത്മകമായ ചുവടുവയ്പ്പാണ് പദ്ധതിയെന്ന് തിരുവല്ലയിൽ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി MB രാജേഷ്. K4 കെയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനൊപ്പം പത്തനംതിട്ട ജില്ലയിലെ കുടുംബശ്രീ കർഷക സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പത്തനംതിട്ട റെഡ് ചില്ലീസ് മുളകുപൊടിയുടെ ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു. കുടുംബശ്രീയുടെ ഏറ്റവും പുതിയ ചുവടുവെപ്പായ K4 കെയറിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും അതോടൊപ്പം പത്തനംതിട്ട റെഡ് ചില്ലീസ് എന്ന പേരിൽ വിപണിയിലെത്തിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ലോഞ്ചിങ്ങും സന്തോഷപൂർവ്വം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. കുടുംബശ്രീ രൂപീകരിക്കപ്പെട്ട് 1/4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ എന്ന നിലയിലാണ് കുടുംബശ്രീ 1998 ആരംഭിക്കുന്നത്. കേരളം ലോകത്തിൻ്റെ മുമ്പിൽ സൃഷ്ടിച്ച അനേകം മാതൃകകളിൽ ഏറ്റവും സവിശേഷമായ ഒന്നായി കുടുംബശ്രീ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് മാറി.
ഇനി കുടുംബശ്രീയെ സംബന്ധിച്ച് പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്, പുതിയ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട്. പുതിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കുടുംബശ്രീ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സംരംഭ മാതൃകയിൽ നടപ്പാക്കുന്ന K4Care പദ്ധതി. പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന വയോജനങ്ങളുടെ പരിപാലനം ഗൗരവമായി പരിഗണിക്കേണ്ട പ്രശ്നമാണ്. ഈ സാഹചര്യത്തിൽ വിശ്വസിക്കാവുന്നതും വൈദഗ്ധ്യമുള്ളതുമായ സംവിധാനങ്ങളുടെ അപര്യാപ്തതയ്ക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് K4Care പദ്ധതി നടപ്പാക്കുന്നത്. 1000-ഓളം വനിതകൾക്ക് ഈ രംഗത്ത് ശാസ്ത്രീയ പരിശീലനം നൽകി മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഇതിൽ 500 പേർക്ക് പരിശീലനം നൽകി ഏപ്രിൽ മാസത്തിൽ ഫീൽഡിലെത്തിക്കും. സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മികച്ച പരിചരണ സംവിധാനം ലഭ്യമാക്കുന്നതോടൊപ്പം സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ 25 പഞ്ചായത്തുകളിലെ കുടുംബശ്രീ കർഷക സംഘങ്ങൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാശ്മീരി മുളക് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് വഴി ശേഖരിച്ച് മുളക് പൊടിയാക്കി വിപണിയിലെത്തിക്കുന്ന റെഡ് ചില്ലീസ് ഉൽപ്പന്നം മന്ത്രി MP രാജേഷിന് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജി മാത്യു കൈമാറി. ജില്ലാ കളക്ടർ A ഷിബു രചനാ പുസ്തക പ്രകാശനം നിർവഹിച്ചു. തിരുവല്ല നഗരസഭാ അധ്യക്ഷ അനു ജോർജ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മായ അനിൽകുമാർ, തിരുവല്ല നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് പഴയിടം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് R തുളസീധരൻ പിള്ള, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PS മോഹനൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S ആദില തുടങ്ങിയവർ പങ്കെടുത്തു. കൈനഗിരി ആരോഗ്യ ഉപകേന്ദ്രം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തി. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തോമസ് കെ തോമസ് MLA നിർവഹിച്ചു. ആധുനിക സംവിധാനങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. NHM ഫ്ലഡ് റീകൺസ്ട്രക്ഷൻ ഫണ്ടിൽ നിന്നും 58 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വളരെ നല്ല രീതിയിൽ ചെയ്ത് പരിചയമുണ്ട്. അത് നിങ്ങളെ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ള നമ്മുടെ സബ് സെൻറ്റർ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രസിഡന്റ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മുടെ പ്രസിഡന്റ് പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇല്ലാത്ത സൗകര്യം പറയുക, നമുക്കത് ചെയ്തു തരും. ഡോക്ടറൊക്കെ കൊണ്ടുവരും. ആ ഡോക്ടർ ഇല്ലെങ്കിൽ പിന്നെ എന്നാ ജീവിതം അല്ലേ? ആണോ? അല്ല, നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാം. ഡോക്ടർ വേണം, നേഴ്സ് വേണം, അതിനുള്ള സംവിധാനം വേണം. ഒരു ഫസ്റ്റ് എയ്ഡ് സംഭവമാക്കി നമുക്കത് മാറ്റണം. ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും ചെറിയ പനിയോ അതുപോലെ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സംവിധാനവും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി തരിക. അതിനുള്ള എല്ലാ കാര്യങ്ങളോടും കൂടി നമുക്ക് വളരെ നല്ല രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും MLA ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, ചമ്പക്കുളം ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സജീവ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KA പ്രമോദ്, നോബിൻ B ജോൺ, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധു C കുളങ്ങര, കുപ്പപ്പുറം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V സിൻസിൽ, പഞ്ചായത്ത് സെക്രട്ടറി GT അഭിലാഷ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റ് സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള മാതൃകാപരമായ പദ്ധതികൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം കാശ്മീർ പഠന യാത്ര നടത്തിയതെന്ന് പ്രസിഡന്റ് KG രാജേശ്വരി. യാത്രയ്ക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നുവെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള മാതൃകാപരമായ പദ്ധതികൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായി കിലയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എക്സ്പോഷർ വിസിറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിസിറ്റിന്റെ ഭാഗമായാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം കാശ്മീർ പഠനയാത്ര നടത്തിയത്. മുൻകാലങ്ങളിൽ നടത്തിയ പഠനയാത്രയുടെ ഭാഗമായി മാതൃകാ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ദുരന്ത നിവാരണ ഷെൽട്ടർ ഹോമുകൾ, എലിവേറ്റഡ് കാറ്റിൽ ഷെഡ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് ഇത്തരത്തിലുള്ള പഠനയാത്രയുടെ ഭാഗമായിട്ടായിരുന്നു. കാശ്മീർ യാത്രയിലെ പഠനങ്ങളും പ്രയോജനപ്പെടുത്തുമെന്നും KG രാജേശ്വരി പറഞ്ഞു. കില കോർഡിനേറ്റ് ചെയ്തു വന്നിട്ട് പഞ്ചായത്തുകളോടും ബ്ലോക്ക് പഞ്ചായത്തുകളോടും ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അസോസിയേഷൻ പോയി വന്നതേ ഉള്ളൂ. ഗ്രാമപഞ്ചായത്തുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അസോസിയേഷൻ ഇപ്പോൾ പോവാം. ഇത് നമ്മുടെ ഒരു 10 പൈസ അതിനകത്ത് ചിലവഴിക്കുന്നില്ല. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇത് കില നമ്മൾക്കൊരു കത്ത് തരും. ഈ വർഷത്തെ ടൂർ ഈ വർഷത്തെ സ്റ്റഡി ടൂർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ
ത്രിതല സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ച് നമ്മളുടെ കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യും. ഇവിടെ ഈ ജില്ലാ പഞ്ചായത്തിൽ ഒരു 4 മാസത്തിന് മുൻപ് ഏത് ജില്ലയിൽ ഗോവയിൽ നിന്ന് ഒരു ടീം വന്നിരുന്നു. ഗോവയിൽ നിന്ന് ആ വന്ന ടീം ഇപ്പം ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ ചില പ്രോജക്റ്റുകൾ അവർക്ക് വേണം, അതിൻ്റെ ഡ്രാഫ്റ്റ് ഇംഗ്ലീഷിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പോകുന്നിടത്തും നമ്മൾ ചില കാര്യം ഇവിടെ എലിവേറ്റഡ് കാറ്റിൽ ഷെഡ് തുടങ്ങിയത് എന്താ, നമ്മൾ പോയി പഠിച്ച, ഗോവയിൽ പോയി പഠിച്ച ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത്. 2022-23 സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണത്തിൽ വലിയ പുരോഗതി നേടുവാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളിൽ ടർഫ് നിർമ്മാണം, ഹൈടെക് ക്ലാസ് റൂം നിർമ്മാണം, ഹൈടെക് അങ്കണവാടി നിർമ്മാണം, പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് മാതൃകയായി ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി ജില്ലാ പഞ്ചായത്തിന് 2 തവണ ആർദ്ര പുരസ്കാരം നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും KG രാജേശ്വരി വ്യക്തമാക്കി. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള നിർണയ ക്യാമ്പ് ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചു. റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ്, കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അലിംകോ, തദ്ദേശ സ്ഥാപനങ്ങൾ, NSS, BRC തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെയാണ് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതിൽ അർഹരായവരെ കണ്ടെത്തുന്നതിനുള്ള കോട്ടയം ജില്ലാ നിർണയ ക്യാമ്പാണ് ചങ്ങനാശ്ശേരി പാലാത്ര ചിറയിലുള്ള റോട്ടറി ക്ലബ് ഹാളിൽ നടത്തിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA നിർവഹിച്ചു. ഒത്തിരിയേറെ കർമ്മപദ്ധതികൾ സർക്കാർ സാമൂഹ്യക്ഷേമ വകുപ്പ് നടത്തുന്നു. അവരെ നിങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുക, അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിലെ ഉത്തമരായിട്ടുള്ള പൗരന്മാരായി ജീവിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രയോജനം ചെയ്യുക എന്നുള്ളതെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ നാടിൻ്റെ കർത്തവ്യമാണ്. അപ്പോൾ തീർച്ചയായും ആ കർത്തവ്യം നിർവഹിക്കുന്ന ഭാഗമായി റോട്ടറി ക്ലബ് ഒത്തിരിയേറെ കർമ്മപദ്ധതികൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിലെ ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും നിറഞ്ഞു എന്ന് പ്രവർത്തിക്കുന്നവരാണ്. നമുക്കറിയാം ഇതൊരു ഇൻ്റർനാഷണൽ സംഘടനയാണ്. ലോകത്ത് ഒത്തിരിയേറെ അന്തർദേശീയ രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം വളരെ നന്നായിട്ട് പോകുന്നു. അവരെല്ലാം ചെയ്യുന്നത് ഇതുപോലുള്ള സാമൂഹ്യ സേവാ പ്രവർത്തനങ്ങളാണ്. ഉദ്ഘാടന യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് ലൂയിസ് കുരിശിങ്കൽ പറമ്പിൽ അധ്യക്ഷനായിരുന്നു. കൃഷ്ണപ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. കൗൺസിലർ രാജു ചാക്കോ, ലാലിച്ചൻ മെട്രോ, KV ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിലൂടെ 113 പേർക്ക് ഗുണഭോക്താക്കളാകുവാൻ കഴിഞ്ഞു. ഡൽഹിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിച്ചു. സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ചായിരുന്നു പരിപാടി. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. കേന്ദ്രത്തിൽ നടക്കുന്ന കർഷക സമരം, ഇതിന് മുൻപ് നടന്ന 1ാമത്തെ സമരം, 600-ലധികം കൃഷിക്കാരെ രക്തസാക്ഷികളാക്കിയ സമരം, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട സമരമായിരുന്നു അത്. ആ സമരത്തിന് രാഷ്ട്രീയ നിറമുണ്ടായിരുന്നില്ല. ആ സമരത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ പിടിച്ചുകൊണ്ടുള്ള നേതൃത്വമായിരുന്നില്ല. കൃഷിക്കാരൻ, വേദന അനുഭവിക്കുന്ന കൃഷിക്കാരൻ അവിടെ നടത്തിയ സമരമായിരുന്നു അന്ന് കേന്ദ്രത്തിലെ ഒരു മന്ത്രിയുടെ മകൻ ട്രാക്ടറുമായി വന്ന് സമരക്കാരുടെ ഇടയിൽ ട്രാക്ടർ ഓടിച്ച് നിരവധി ആളുകളെ കൊല്ലാൻ ശ്രമിച്ചു. അവിടെ വച്ച് ഒരാൾ ട്രാക്ടർ കയറി അരഞ്ഞ് മരിക്കേണ്ടി വന്ന സ്ഥിതിവിശേഷമുണ്ടായി. കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബു കണ്ണമാലിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി CB മൂലംകുന്നം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറിമാരായ ER രാധാകൃഷ്ണപിള്ള, മാത്യു കുട്ടി കഞ്ഞിക്കര, G സൂരജ്, ജോൺ C ടിറ്റോ, ജോർജ് കുട്ടി പുറവടിക്കളം എന്നിവർ സംസാരിച്ചു. പുഞ്ചക്കൊയ്ത്ത് ആരംഭിക്കാറായിട്ടും യാതൊരുവിധ മുന്നൊരുക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നില്ലെന്ന ആരോപണവുമായി കേരള കോൺഗ്രസ് നേതാക്കൾ. ആലോചനാ യോഗങ്ങൾ പോലും നടത്താത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി മുട്ടാർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. കൊയ്ത്ത് യന്ത്രത്തിന്റെ വാടക, ചുമട്ടുകൂലി, വാരുകൂലി ഇവ നിശ്ചയിക്കുവാനുള്ള ആലോചനാ യോഗങ്ങൾ പോലും നടത്തിയിട്ടില്ലെന്നും ഏതെല്ലാം മില്ലുടമകളുമായാണ് നെല്ലെടുക്കാനുള്ള കരാർ വച്ചിരിക്കുന്നതെന്ന പാടശേഖരങ്ങൾക്ക് ധാരണയില്ലെന്നും നേതാക്കൾ പറഞ്ഞു.
കേരള കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി തോമസ് കളത്തിൽ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. അഗ്രികൾച്ചർ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാണെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് നിരന്തരം കുട്ടനാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും അത് കണ്ട നയം പോലും അത് കേട്ട നയം പോലും എടുക്കാതിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളെ ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് മുട്ടാറ് വിവിധ മേഖലകളിൽ പുഞ്ചകൃഷികൾക്കുള്ള മിഷ്യൻ, അതായത് നെല്ല് കൊയ്ത്ത് മിഷ്യൻ ഇറങ്ങുന്നതിനെ കുറിച്ചൊരു ധാരണ എത്തിയിട്ടില്ല. നിരന്തരമായ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിനെയെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് കുട്ടനാട്ടിലെ മുട്ടാറ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് തോമസ് സി ജോസഫ് ചിറയിൽ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കുട്ടി മാത്യു ചീരമ്പേലിൽ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ സി ജോസഫ്, മാത്യു എം വർഗീസ്, ജേക്കബ് പി മാത്യു, ജോർജ് കുട്ടി മാറാട്ടുകളം, ചാച്ചപ്പൻ മാവേലി തുരുത്തേൽ, ജോർജ് തോമസ് മണലിൽ, എ ഡി അലക്സാണ്ടർ, ജോസഫ് തോമസ് റാംബിക്കൽ എന്നിവർ സംസാരിച്ചു. ബുധനൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഗംബൂട്ട്, മാസ്ക്, ഗ്ലൗസ് എന്നിവ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പുഷ്പലത മധു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി രാമകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സുജാത, ഭരണസമിതി അംഗങ്ങളായ ജി മോഹനൻ, ടി വി ഹരിദാസ്, എസ് സുരേഷ്, സെക്രട്ടറി ജി മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത എസ് നായർ, വിഇഒമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഈ വർഷം ഹരിതകർമ്മസേനയ്ക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെറ്റൽ ട്രോളികളും വിതരണം ചെയ്തിരുന്നു. സംയുക്ത ട്രേഡ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാസ്പോർട്ട് ഓഫീസ് ഉപരോധിച്ചു. ഫെബ്രുവരി 16 നടന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഉപരോധ സമരം. കർഷകർക്ക് ഉൽപാദന ചെലവിന്റെ 2 മടങ്ങും അതിന്റെ 50% ചേർത്ത് വില നിശ്ചയിച്ച് നൽകുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, തൊഴിലാളികളുടെ മിനിമം കൂലി മാസം 26,000 രൂപയായി പ്രഖ്യാപിക്കുക തുടങ്ങി 20 ദിന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിന്റെ പ്രത്യേകത ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായി തൊഴിൽ മേഖലയിൽ ആരംഭിച്ച പരിഷ്കാരങ്ങൾ അത് തൊഴിലാളികൾക്കെതിരാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് മുഴുവൻ ട്രേഡ് യൂണിയനുകളും വിയോജിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് പോകുന്നത്. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ INUC-യും BMS ഉൾപ്പെടെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ആ സമരം രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമായിരുന്നു. കാരണം ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇപ്പോൾ 1ാം സ്ഥാനത്ത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർഷിക രാജ്യം. അത്തരമൊരു നാട്ടിൽ നടക്കുന്ന സമരം ലോകത്തിലെ ഏറ്റവും ശക്തമായ തൊഴിലാളികളുടെ പണിമുടക്കായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി BMS ആ സമരസമിതിയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയാണ്. INTUC ജില്ലാ പ്രസിഡന്റ് PD ശ്രീനിവാസൻ അധ്യക്ഷനായി. MLA-മാരായ PP ചിത്തരഞ്ജൻ, HS സലാം, സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ജനറൽ കൺവീനർ P ഗാനകുമാർ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5,700 രൂപ, പവന് 45,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.